ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഞങ്ങളുടെ വീട്ടിലെ ആമ്പൽക്കുളത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ്. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് വീട്ടിലുള്ള വേറൊരു ആമ്പൽക്കുളത്തിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് കാണാത്തവർക്കായിട്ട് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എല്ലാവരും കാണുക, കമൻറ്റ്സ് അറിയിക്കുക. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമ്മുടെ വീട്ടിൽ നമുക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ മനോഹരമായി എങ്ങനെ ഒരു ആമ്പൽക്കുളം സെറ്റ് ചെയ്യാമെന്നാണ് ഞാൻ ഇതിലൂടെ കാണിക്കുന്നത്. ആമ്പൽ നടേണ്ട രീതിയും അതിൻ്റെ പരിപാലനത്തിനെക്കുറിച്ചുമെല്ലാം മുന്നേ ചെയ്ത ആമ്പൽ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സിമൻറ്റ് ചട്ടിയിലും മറ്റും നട്ടു വളർത്തുന്ന ആമ്പലിനേക്കാൾ വളരെ മനോഹരമാണ് ഈ രീതിയിൽ നമ്മൾ നട്ടു വളർത്തുകയാണെങ്കിൽ. വളരെ മനോഹരമായ ഒരു ആമ്പൽക്കുളം, അതിൽ നിറയെ മീനുകളും നമ്മുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് വളരെ കുളിർമയേകുന്ന ഒരു കാഴ്ച തന്നെയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് കുറഞ്ഞ രീതിയിൽ ഒരു ആമ്പൽക്കുളം ഉണ്ടാക്കിയെടുക്കാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. വളരെ കുറഞ്ഞ ചിലവിൽ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ ഈ ഒരു ആമ്പൽക്കുളം സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. 200 രൂപയോളം വരെ നമുക്കിതിന് ചിലവ് വരികയുള്ളൂ. ആമ്പൽ തൈ വാങ്ങിക്കൊണ്ടുവന്ന് ആദ്യം ഇങ്ങനെ ഒരു പാത്രത്തിലായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെയാണ് ഞങ്ങളിങ്ങനെ ഒരു രീതിയിൽ മാറ്റി നട്ടത്. ഈ ഒരു ആമ്പൽക്കുളം ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വീടിനോട് ചേർന്നിട്ടാണ്. വീട്ടിലേക്ക് കയറി ചെല്ലുന്ന ആ ഭാഗത്തായിട്ടാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത്. ആദ്യം തന്നെ ആമ്പൽക്കുളം സെറ്റ് ചെയ്യാൻ നമ്മൾ വിചാരിച്ച സ്ഥലം നന്നായി വൃത്തിയാക്കണം. കല്ലുകളൊക്കെ മാറ്റി നല്ല നിരപ്പാക്കി എടുക്കണം. അതിനുശേഷം നമുക്ക് വേണ്ട ആകൃതിയിൽ ഇഷ്ടികയോ ചെങ്കല്ലോ ഹോളോ ബ്രിക്സോ വെച്ച് ടാങ്ക് രൂപത്തിൽ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതൊന്നും നമ്മുടെ വീട്ടിലില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആകൃതിയിൽ മണ്ണിൽ കുഴിച്ചിട്ടോ നമുക്ക് ടാങ്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അങ്ങനെ ചെയ്യുമ്പോൾ മഴവെള്ളമൊക്കെ ഇറങ്ങാതിരിക്കാൻ വേണ്ടി കുഴിച്ച മണ്ണ് ടാങ്കിൻ്റെ ചുറ്റും ഇട്ട് കൊടുക്കേണ്ടതാണ്. അതിനുശേഷം നമുക്ക് മരങ്ങളുടെയൊക്കെ വേരിറങ്ങി ഈ ഷീറ്റിന്, ഇതിൽ വിരിക്കാൻ പോകുന്ന ഷീറ്റിന് ഓട്ടയൊന്നും ആവാതിരിക്കാനായിട്ട് നമ്മളുടെ വീട്ടിലുള്ള ചാക്കുകളും അതുപോലെ പ്ലാസ്റ്റിക് ഷീറ്റുകളൊക്കെ വിരിച്ചു കൊടുക്കാം. അതിന് മുകളിലായിട്ടാണ് ഈ കറുത്ത ഷീറ്റ് ഞങ്ങൾ വിരിച്ചിട്ടുള്ളത്. അത് കഴിഞ്ഞ് നമുക്ക് ഇതിലേക്ക് ആമ്പൽ നടാം. അപ്പോൾ ആമ്പൽ നടേണ്ട രീതി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ മുന്നേ ചെയ്ത ആമ്പൽ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കാണുക, ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ രീതിയിൽ ഉണ്ടാക്കുന്ന ആമ്പൽക്കുളങ്ങൾ കാണാൻ തന്നെ വളരെ ഭംഗിയാണ്. പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സിമൻറ്റ് ചട്ടിയിലൊക്കെ വളർത്തുന്നതിനേക്കാൾ വളരെ മനോഹരമാണ്. കാരണം ഇലകളൊക്കെ നന്നായി നീണ്ട് പടർന്ന് വളരുന്നുണ്ട്. അതുപോലെ ഈ ആമ്പൽക്കുളത്തിലേക്ക് കുറച്ച് മീനുകളെയും ഇട്ടിട്ടുണ്ട്. അതുകൂടെ ആകുമ്പോൾ ആമ്പൽക്കുളം നല്ല ഭംഗിയാകും കാണാൻ. ഞങ്ങളിതിൽ ഗപ്പി മീനുകളെയാണ് വളർത്തുന്നത്. ധാരാളം മുട്ടുകളും ഇരകളും ഇതിൽ നിറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ കാര്യമായിട്ട് ഒരു പരിചരണവും ഈ ഒരു ആമ്പൽക്കുളത്തിന് കൊടുക്കേണ്ടതില്ല. പൂക്കൾ നല്ല ഉണ്ടാവുന്നതിന് വേണ്ടി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വേണം നമ്മൾ ഇത് സെറ്റ് ചെയ്തെടുക്കാൻ. അതുപോലെ ഒച്ചിൻ്റെയൊക്കെ ശല്യം കൂടുതലായിട്ടുണ്ടാവുകയാണെങ്കിൽ നമ്മൾ ഇടയ്ക്കൊന്ന് വെള്ളം മാറ്റി കൊടുത്താൽ മതി. അതുപോലെ തന്നെ നല്ല ഇനം ഗപ്പി മീനുകളെ നമ്മൾ ഈ ആമ്പൽക്കുളത്തിൽ വളർത്തുകയാണെങ്കിൽ ഇതൊരു വരുമാന മാർഗം കൂടെ നമുക്കാക്കി മാറ്റാവുന്നതാണ്. ഈ ലോക്ക്ഡൗൺ സമയത്തൊക്കെ നമുക്ക് പെട്ടെന്ന് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ആമ്പൽക്കുളമാണിത്. ആമ്പൽ കയ്യിലുള്ളവർക്കൊക്കെ പെട്ടെന്ന് തന്നെ ഇത് സെറ്റ് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പ്രീവിയസ് വീഡിയോസൊക്കെ കണ്ട് കമൻറ്റ്സ് അറിയിക്കുക. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്